ആഫ്റ്റർ രജിസ്ട്രേഷൻ കിട്ടിയ ഒരു നേഴ്സ് ചില ആളുകൾ ജോബിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് 482 വർക്ക് വിസ കിട്ടി അതിന്റെ പ്രോസസ്സിങ്ങിലായിരിക്കാം. ചില ആളുകൾ അവിടെ ഓസ്ട്രേലിയയിൽ 482 വിസ വർക്ക് ചെയ്യുന്ന ആൾറെഡി ഈ വിസയിൽ അതെ. അപ്പൊ ഈ വിസയിൽ നിൽക്കുന്ന ഒരാൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ് ബേസ്ഡ് ഡയറക്റ്റ് ഗവൺമെന്റിന് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ബേസ്ഡ് PR ആപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു തടസ്സവും അവർക്ക് ചെയ്യുന്നതിന് യാതൊരു സാങ്കേതികമായിട്ടൊരു തടസ്സവും ഇല്ല. അവർക്ക് PR ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനോ പോയിന്റ് ബേസ്ഡ് മൈഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നതിനോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വിസയ്ക്ക് അപേക്ഷിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു 482 വിസയിൽ ഓസ്ട്രേലിയ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് സപ്പോസ് ഒരു എംപ്ലോയർ 186 കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ദ സെയിം ടൈമിൽ നമ്മൾ ഈ പോയിന്റ് ബേസ് അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ത് സംഭവിക്കും? പോയിന്റ് ബേസ്ഡ് സ്കിൽ സെലക്ട് മൈഗ്രേഷനിൽ നമ്മൾ അപേക്ഷിച്ചാൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇടുന്നത്. നമ്മൾ നമ്മുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ നമുക്കുള്ള പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഇടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇൻവിറ്റേഷൻ കിട്ടിയാൽ നമ്മൾ ആ വിസയ്ക്ക് അപേക്ഷിക്കുന്നു. സ്റ്റേറ്റ് നോമിനേഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷനോ അല്ലെങ്കിൽ 491 ഏതാണെന്ന് വെച്ചാൽ നമ്മൾ അപേക്ഷിക്കും. അതേസമയം നിങ്ങൾ ഒരു 186 വിസയ്ക്ക് അപേക്ഷിക്ക് ഒരു എംപ്ലോയർ നിങ്ങൾക്ക് നോമിനേഷൻ തരികയാണെങ്കിൽ അതും PR-ലോട്ടാണ് പോകുന്നത്. അത് PR വിസയിലോട്ടാണ് പോകുന്നത്. പക്ഷേ എംപ്ലോയറുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ 2 വർഷമെങ്കിലും വർക്ക് ചെയ്യാന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ടുകൊണ്ടാണ് നമ്മൾ 186 വിസയ്ക്ക് അപേക്ഷിക്കുന്നത്. ഇപ്പം ഈ 186 വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് EOE സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഇൻവിറ്റേഷൻ കിട്ടിയിട്ടില്ല. EOE സ്റ്റേജ് ആണെങ്കിൽ ആ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്ത് 186 ആപ്ലിക്കേഷൻ EOE വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. EOE എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ അല്ല. ഇറ്റ്സ് ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. We are interested to apply for the skill select migration under either 189, 190 or 491 if we are invited. അപ്പോൾ അത് നമ്മുടെ ഒരു എക്സ്പ്രഷൻ, നമ്മളതിന് താല്പര്യം കാണിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഇൻഡിപെൻഡന്റ് സ്കിൽഡ് മൈഗ്രേഷനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് സ്പോൺസേർഡ് മൈഗ്രേഷനോ നമ്മൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു താല്പര്യം നമ്മൾ പ്രകടിപ്പിക്കുന്നു എന്നുള്ള രേഖാമൂലം പ്രകടിപ്പിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് ആൻ എ വിസ ആപ്ലിക്കേഷൻ. EOE ഈസ് നോട്ട് ആൻ എ വിസ ആപ്ലിക്കേഷൻ. ഇറ്റ് ഈസ് ഓൺലി ആൻ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, നമ്മുടെ ഒരു താല്പര്യം. അപ്പോൾ അത് വിഡ്രോ ചെയ്യേണ്ട കാര്യമില്ല. അതിന്റെ കാലാവധി 2 വർഷമാണ്. ഇതിനകം നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയാൽ നമുക്ക് 60 ദിവസത്തെ സമയത്തിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ വിസ വെക്കാം. അതല്ല നമുക്ക് വേണ്ട, നമ്മൾ വിസ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വുഡ് ബി എക്സ്പയർഡ്.